ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഊർജ്ജ മേഖലയിൽ വൈവിധ്യമാർന്ന ആഗോള ബന്ധങ്ങൾ ഇന്ത്യ വികസിപ്പിക്കേണ്ടതുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 22 നക്സലൈറ്റുകൾ കീഴടങ്ങി. കേരളത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരുന്നു. ഇന്നലെ അറസ്റ്റ് ചെയ്തത് 232 പേരെ. ലഹരി വ്യാപനത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം. മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബിജെപിയെ നയിക്കും. പ്രഖ്യാപനം നാളെ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ തമിഴ്നാട് മുന്നേറ്റം തുടരുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 287 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഊർജ്ജ മേഖലയിൽ വൈവിധ്യമാർന്ന ആഗോള ബന്ധങ്ങൾ ഇന്ത്യ വികസിപ്പിക്കേണ്ടതുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയെന്ന നിലയിൽ ഇന്ത്യയ്ക്ക് ഇത് അനിവാര്യമാണ്. വരും പതിറ്റാണ്ടുകളിൽ ഊർജ്ജരംഗത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നത് നമ്മുടെ നയതന്ത്ര മുൻഗണനകളിൽ ഒന്നാണെന്ന് അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു. എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന കാഴ്ചപ്പാട് വിദേശകാര്യരംഗത്തും പ്രസക്തമാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. To ensure that we have a favorable energy environment for coming decades is understandably one of our key diplomatic objectives. Beyond fossil fuels, it extends to developing and deploying renewables on a large scale, as well as exploring the potential of small modular reactors. The world of AI and the world of EV are going to generate much higher energy demands on top of the natural needs of greater prosperity. If data is the new oil, then data centers are the new refineries, and they will need to be powered. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിർമ്മിത ബുദ്ധി ഗവേഷകനും പോഡ്കാസ്റ്ററുമായ ലെക്സ് ഫ്രീഡ്മാൻ നടത്തിയ പോഡ്കാസ്റ്റ് വിവിധ ഭാഷകളിൽ ലഭ്യമാക്കി. സംഭാഷണം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. മലയാളം, തമിഴ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിൽ പോഡ്കാസ്റ്റ് ഇപ്പോൾ കേൾക്കാം. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ വിജയിപ്പിക്കാൻ വ്യായാമവും സൈക്ലിംഗും ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യവ്യാപകമായി നടക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ പരിപാടിക്ക് ലക്നൌവിൽ നേതൃത്വം നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീര വിപ്ലവകാരികളായ ഭഗത് സിംഗ്, ശിവറാം രാജ്ഗുരു, സുഖ്ദേവ് ഥാപ്പർ എന്നിവരുടെ രക്തസാക്ഷിത്വ ദിനമായ ഇന്ന് രാജ്യം ധീരദേശാഭിമാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടിയുള്ള അവരുടെ നിർഭയമായ പരിശ്രമത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. അവരുടെ ത്യാഗങ്ങൾ എല്ലാവർക്കും പ്രചോദനം നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज इतने वर्षों बाद भी अमर शहीद भगत सिंह, राजगुरु और सुखदेव के बलिदान की गाथा देश के बच्चे बच्चे की जुबान पर. शहीद दिवस पर मैं देश के लिए अपना सर्वस्व न्योछावर करने वाले सभी वीर वीरांगनाओं को कृतज्ञ राष्ट्र की तरफ से भावांजलि अर्पित करता हूं. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 22 നക്സലൈറ്റുകൾ കീഴടങ്ങി. ഇവരിൽ 2 വനിതാ നക്സലൈറ്റുകളും ഉൾപ്പെടുന്നു. കീഴടങ്ങിയവർക്ക് ഛത്തീസ്ഗഡ് സർക്കാർ ആകെ 11 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നയപ്രകാരമാണ് കീഴടങ്ങിയ നക്സലൈറ്റുകൾക്ക് പാരിതോഷികം നൽകുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഭരണഘടനാ മാർഗ്ഗങ്ങളിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്ന് സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ബി.ആർ. ഗവായ്. മണിപ്പൂർ ഹൈക്കോടതിയുടെ 12ാം വാർഷിക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിനിടെ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. രാഷ്ട്രീയ സ്വയംസേവക് സംഘിന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നിരവധി സമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലെ. ഔപചാരിക ആഘോഷങ്ങൾ ഉണ്ടാകില്ലെന്നും എന്നാൽ സ്ഥാപക ദിനമായ വിജയദശമി ദിനം മുതൽ നിരവധി സമ്പർക്ക പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം ബംഗളൂരുവിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2703 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 227 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 232 പേരാണ് അറസ്റ്റിലായത്. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുന്ന ദൌത്യമാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. കേരളത്തിൽ ലഹരി വ്യാപനം തടയുന്നതിനുള്ള പുതിയ പദ്ധതികൾ തീരുമാനിക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. നിയമസഭാ ചേംബറിൽ രാവിലെ 11:30 യോഗം. മന്ത്രിമാരും പോലീസ്, എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ലഹരി വ്യാപനത്തിനെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും യോഗത്തിൽ വിലയിരുത്തും. ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് രാജീവ് ചന്ദ്രശേഖറെ തിരഞ്ഞെടുത്തത്. കെ സുരേന്ദ്രന്റെ പിൻഗാമിയായാണ് രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. നാളെ രാവിലെ 11 മണിക്ക് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. 30 അംഗ ദേശീയ കൌൺസിൽ അംഗങ്ങളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു. ഇതിനായി 817 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും. പാലക്കാട് മലമ്പുഴ ഡാമിന് സമീപം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പര്യവേക്ഷണത്തിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെടുത്തു. 45 ഹെക്ടറിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന 110ലധികം മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയതായി ASI സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വലിയ ഗ്രാനൈറ്റ് പാളികളും പാറക്കല്ലുകളും ഉപയോഗിച്ചാണ് സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് 5 ആഴ്ചകളോളം ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രി വിട്ടു. റോമിലെ ജമല്ലി ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ആശുപത്രി വിട്ടെങ്കിലും 2 മാസത്തോളം വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. കേരളത്തിൽ ഇന്നും നാളെയും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വയനാട്, കോഴിക്കോട് അടക്കമുള്ള വിവിധ ജില്ലകളിൽ ഇന്ന് വ്യാപകമായി വേനൽ മഴ ലഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 44 റൺസ് ജയം. 287 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ രാജസ്ഥാന് നിശ്ചിത ഓവറിൽ 242 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 19 സ്വർണം ഉൾപ്പെടെ 45 മെഡലുകളുമായി തമിഴ്നാടാണ് ഒന്നാം സ്ഥാനത്ത്. ഹരിയാന രണ്ടാമതും രാജസ്ഥാൻ മൂന്നാം സ്ഥാനത്തുമാണുള്ളത്. ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ന് 10 മീറ്റർ എയർ റൈഫിൾ പ്രോൺ മിക്സഡ് SH1 വിഭാഗത്തിൽ സാഗർ ബാലാസാഹിബ് കറ്റാലയ്ക്ക് സ്വർണം ലഭിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ 50,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞയാഴ്ച വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 673 പേരും ഇതിൽ ഉൾപ്പെടുന്നു. 1,13,000-ലേറെ പേർക്ക് യുദ്ധത്തിൽ പരിക്കേറ്റതായും മന്ത്രാലയം അറിയിച്ചു. ഡൽഹി നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ചൊവ്വാഴ്ചയാണ് ബജറ്റ് അവതരണം. ഈ മാസം 26-ന് ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. മാർച്ച് 28 വരെയാണ് സമ്മേളനം. 2024 സെപ്റ്റംബറിൽ നടന്ന ചണ്ഡീഗഡ് ഗ്രനേഡ് ആക്രമണ കേസിൽ ബബ്ബർ ഖൽസ അന്താരാഷ്ട്ര ഭീകര സംഘടനയിലെ അംഗങ്ങളായ 4 പേർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. പഞ്ചാബ് പോലീസിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ ലക്ഷ്യം വച്ചുള്ളതായിരുന്നു ആക്രമണമെന്ന് NIA പ്രസ്താവനയിൽ വ്യക്തമാക്കി. BKI ഭീകര സംഘത്തിലെ മറ്റ് അംഗങ്ങളെ കണ്ടെത്താനും ഇന്ത്യയിലെ ശൃംഖല തകർക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അഫ്ഗാനിസ്ഥാൻ ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ ഹഖാനി ഉൾപ്പെടെ 3 മുതിർന്ന താലിബാൻ നേതാക്കളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പ്രഖ്യാപിച്ചിരുന്ന $10 മില്യൺ പാരിതോഷികം അമേരിക്ക പിൻവലിച്ചു. അഫ്ഗാനിസ്ഥാൻ മുൻ സർക്കാരിനെതിരെ നടന്ന രൂക്ഷമായ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളാണ് ഇവർ. ദക്ഷിണ കൊറിയയിൽ കാട്ടുതീയുടെ പശ്ചാത്തലത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലകളിൽ തുടരുന്ന കാട്ടുതീയിൽ ഇതുവരെ 4 പേർ മരിക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. ജമ്മു കശ്മീരിലെ ദോഡ ജില്ലയിൽ ഭീകരവാദികളുടെ ഒരു ഒളിസങ്കേതം സുരക്ഷാസേന കണ്ടെത്തി. പോലീസ്, കരസേന എന്നിവയുടെ സംയുക്ത സംഘം ബൽറ വനപ്രദേശത്ത് നടത്തിയ തിരച്ചിലിലാണ് സങ്കേതം കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ മേഖലയിൽ വൈവിധ്യമാർന്ന ആഗോള ബന്ധങ്ങൾ ഇന്ത്യ വികസിപ്പിക്കേണ്ടതുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 22 നക്സലൈറ്റുകൾ കീഴടങ്ങി. കേരളത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരുന്നു. ഇന്നലെ അറസ്റ്റ് ചെയ്തത് 232 പേരെ. ലഹരി വ്യാപനത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം.
മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബിജെപിയെ നയിക്കും. പ്രഖ്യാപനം നാളെ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ തമിഴ്നാട് മുന്നേറ്റം തുടരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെതിരെ ഹൈദരാബാദിന് 44 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.